നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ മാധ്യമ സമ്മേളനങ്ങളെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സമയമാണ്. അതെ, നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തതാണ് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. എന്തിനാണ് അദ്ദേഹത്തിൻ്റെ മയക്കുമായി അദ്ദേഹത്തെ പിന്തുടരുന്നതെന്നൊക്കെ നമ്മൾ മാധ്യമങ്ങളോട് ചോദിച്ചിരുന്നു. അത് ഇതിനകത്തൊരു കുഴപ്പം വരുന്നതാണ്. നമ്മുടെ മാധ്യമ പ്രവർത്തകർ വിവാദങ്ങൾ ഉണ്ടാകുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്ക് മാത്രമാണ് ശ്രമിക്കുന്നത്. അതെ, ഇതിനിടയ്ക്ക് ഇവർക്ക് ചോദിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ ഉണ്ട്, ചോദിക്കാവുന്ന കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഏറ്റവും ഒടുവിലായിട്ട് ED റെയ്ഡിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസിന് പറ്റിയ വീഴ്ച. പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് സതീശൻ പറയുന്നു. നമ്മുടെ മാധ്യമങ്ങളിൽ നിന്ന് അത് സംബന്ധിച്ചുള്ള ഉപചോദ്യങ്ങൾ ഉണ്ടാവുന്നില്ല. ഉപചോദ്യങ്ങൾ ഉണ്ടാവണമല്ലോ. അതെ, പോലീസിന് വീഴ്ച പറ്റിയില്ലെന്ന് എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത്? അതിന് അദ്ദേഹം പറയുന്ന മറുപടി എന്നെ അറിയിച്ചില്ല, അല്ല പോലീസിനെ അറിയിച്ചില്ല, സർക്കാരിനെ അറിയിച്ചില്ല. മന്ത്രി അത് തന്നെയാണ് പറഞ്ഞത്. അതെ, പക്ഷേ എന്താണ് അതിൻ്റെ സിസ്റ്റം? ഇത് പോലീസ് അറിഞ്ഞു ചെയ്യേണ്ട കാര്യമാണ്, അല്ലാതെ ED വിളിച്ചിട്ടോ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടോ പോകേണ്ടതല്ല. അതെ, ഇപ്പോൾ ഏത് കേന്ദ്ര സേന അല്ലെ കേന്ദ്ര ഏജൻസി റെയ്ഡിന് വന്നാലും അവരവരുടേതായ ഒരു ചെറിയ സേനയുമായിട്ടാണ് വരുന്നത്. ആ സേന ആ റെയ്ഡിന് സുരക്ഷ ഉറപ്പാക്കാൻ വന്നു. അത്രേ ഉള്ളൂ. ആ ഗേറ്റിന് വെളിയിലുള്ള ക്രമസമാധാനം പാലിക്കേണ്ടത് ഇവിടുത്തെ ജോലിയല്ല. അതിന് പോലീസ് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രി രാജിവെച്ച് വീട്ടിൽ പോകുന്നതല്ല, അല്ലേ? അതെ, അതാണ് ചെയ്യേണ്ടത്. കാരണം ഈ ക്രമസമാധാനം, ഇത്ര ഇന്റലിജൻസ് സംവിധാനമുള്ള പോലീസ്, മറ്റേ സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനമുള്ള പോലീസ്, ആ പോലീസ് ഈ വിവരം അറിയുന്നില്ല. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ, മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ, പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കും. ഈ റെയ്ഡ് നടക്കുന്നതിന് ചുറ്റും വലിയ ജനക്കൂട്ടം സംഘടിച്ച് നിൽക്കും. എന്ത് സംഭവിക്കാവുന്ന അവസ്ഥയ്ക്കും ഇത് ഇവിടുത്തെ ഇന്റലിജൻസ് അറിയാതെ പോയിട്ടുണ്ട്. ഇന്റലിജൻസ് അറിഞ്ഞിട്ടുണ്ട്, റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കേരള പോലീസിൻ്റെ ആക്ടിങ്, കറണ്ട് ആക്ഷൻ എന്ന് പറയുന്നത് വളരെ ദുർബലമാണെന്നല്ല, അവരത് ചെയ്തില്ല. ഉദ്യോഗസ്ഥന്മാരെ ആക്രമണത്തിന് വേണ്ടി എറിഞ്ഞു കൊടുക്കുകയായിരുന്നു തന്നെ പറയുന്നത്. അതെ, അപ്പോൾ എന്നിട്ട് പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് പറയുമ്പോൾ തിരിച്ചങ്ങനെ ചോദിക്കാൻ കഴിവുള്ള പത്രലേഖകർ വേണം ഈ പത്രസമ്മേളനത്തിൽ പോയിരിക്കാൻ. സതീശൻ്റെ പത്രസമ്മേളനം ഹൈജാക്ക് ചെയ്യപ്പെടുകയോ സതീശൻ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളെ സമർത്ഥമായി പറ്റിക്കുകയോ ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാവും. അതെ, അത് പ്രധാനമായും വി ഡി സതീശനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഒരു അധ്യാപകന്, അദ്ദേഹം ഇന്നങ്ങാണ്ട് റിട്ടയർ ചെയ്യണം. അദ്ദേഹം 2 ദിവസം KSTക്കാരനാണ്. അദ്ദേഹം ഇട്ടൊരു പോസ്റ്റിൻ്റെ പേര് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതിനെക്കുറിച്ചുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മറുപടി വേറൊന്നായിരുന്നു. അതായത് ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിനും സസ്പെൻഷൻ അത്യാവശ്യമാണ്. കാരണം എന്താണെന്നറിയോ? KSTയുടെ നേതാക്കന്മാർക്ക് മുഖ്യമന്ത്രി മാറിയൊന്നും അത്ര പിടിച്ചിട്ടില്ല. പലർക്കും ഇപ്പോഴും മന്ത്രിസഭ മാറിയതുപോലും അവർ അംഗീകരിച്ചിട്ടില്ല. ഇപ്പോഴും ഇടതുപക്ഷ മന്ത്രിസഭയ്ക്കെതിരെ എന്നുള്ള നീക്കം നടക്കുന്നവരെ പ്രസ്ഥാനം നടക്കുന്നവരുണ്ട്. ഇവിടെ എന്തൊക്കെ പിണറായി വിജയൻ ഭരിച്ചിരുന്ന കാലത്ത് എന്തൊക്കെ കുഴപ്പങ്ങൾ സംഭവിച്ചു, ഇവരാരും ഇതൊന്നും ചോദ്യം ചെയ്യാനില്ല. അവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല, അവരൊക്കെ അടിമകളാണ്. ഈ അടിമത്തത്തിൽ നിന്ന് മോചനം നേടി ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രിയുടെ തോളെ കയറാൻ ചെല്ലുമ്പോൾ ഒരു സസ്പെൻഷൻ അത്യാവശ്യമാണ്. അത് അവിടെ നിന്നോട്ടെ, അതിൻ്റെ ഒരു ധാർമ്മിക വശമാണ് ഞാൻ. പക്ഷേ ഇദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചത് എന്തിനാണ് ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്ന മറുപടി ഉണ്ട്. ഇദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, ഒരു വൃത്തികെട്ട ഉടലിൽ മുഖ്യമന്ത്രിയുടെ തലയെടുത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കും. അത് അങ്ങനെ ചെയ്യാമോ? മാത്രമല്ല, നിങ്ങളെ ചെയ്താൽ നിങ്ങളുടെ വീട്ടിലും നാട്ടിലും നാളെ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ അത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നാണ്. പക്ഷേ ഇവർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അല്ല. അരി എത്ര എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പയർ അഞ്ഞാഴി എന്നാണ് പറയുന്നത്. എന്താണ് ഇവർ ചോദിച്ചത്? ഈ അധ്യാപകൻ്റെ കാര്യം. അധ്യാപകൻ ചെയ്ത പോസ്റ്റ് നമ്മൾ കണ്ടു. അധ്യാപകൻ ഇട്ട പോസ്റ്റ് ഈ ഖജനാവിനകത്ത് പൂച്ച വെറ്റി കിടക്കുന്നു എന്നുള്ള ബന്ധപ്പെട്ടുള്ള വിശദീകരണമാണ് അയാൾ നടത്തുന്നത്. അതെ, അപ്പോൾ അതിനകത്ത് ഈ ഖജനാവിനകത്ത് പൂച്ച വെറ്റി കിടക്കുന്നു എന്ന് പറയുന്ന സതീശ ഇതെങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് ഇദ്ദേഹം പ്രഖ്യാപിച്ച ജനപ്രിയ പദ്ധതികളുടെ എല്ലാം തുക എഴുതി വയ്ക്കുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് സ്വർണവും പണവും ഒക്കെ കിടക്കുന്നു. അതിനകത്തൊരു വലിയ അണ്ടാവിനകത്ത് മുഖ്യമന്ത്രി ഇങ്ങനെ കിടക്കുന്നു. അതിനകത്ത് അശ്ലീലമോ ഇദ്ദേഹത്തിൻ്റെ ബോഡി ഷെയ്മിങ്ങോ നഗ്ന ഫോട്ടോയോ ഒന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു സാധനം ഉണ്ട്. അത് ഈ കേസിലല്ല. ഇയാളല്ലേ അത് ചെയ്തത്, ഈ അധ്യാപകനല്ല ചെയ്തത്. അയാൾ KSRTC ഡ്രൈവറാണ് അങ്ങനെ ഒരു അദ്ദേഹത്തെ മോശമായിട്ട് ചിത്രീകരിച്ച് ബോഡി ഷെയിം ചെയ്തുകൊണ്ടും അദ്ദേഹത്തിന്റെ വളരെ വൃത്തികേടായ രീതിയിൽ ഇട്ടത് എന്നാണ് അറിയുന്നത്. ഒന്നുകിൽ വി ഡി സതീശന് ഇത് തമ്മിൽ തെറ്റിപ്പോയി. അദ്ദേഹം ഒരെണ്ണത്തിന്റെ വിവരം അറിഞ്ഞിട്ടുള്ളൂ. ആ ബോഡി ഷെയിം ചെയ്ത ഫോട്ടോയുടെ കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോഴാണ് അത് ഈ അധ്യാപകന്റെ സസ്പെൻഷൻ. അപ്പോൾ അത് അധ്യാപകനാണോ KSRTC ജീവനക്കാരനാണോ എന്ന് ഒരു പക്ഷേ അദ്ദേഹത്തിന് കൺഫ്യൂഷൻ ഉണ്ടാകും. എന്തെങ്കിലും ആയിക്കോട്ടെ,
അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ ഹൈസ്കൂൾ അധ്യാപകന്റെ ചോദ്യത്തിന് ഉള്ള മറുപടി അല്ല ഇത്. എന്നാൽ ഇത് ആരെയും അവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ അദ്ദേഹം പോകാൻ നേരം ഒരു മാധ്യമപ്രവർത്തകയോട് ചൂടായിട്ടാണ് തോന്നുന്നത്. ഇത്ര നേരം നിങ്ങൾ ഉറങ്ങുമായിരുന്നു എന്ന് ചോദിച്ചിട്ടാണ് ഈ പത്രസമ്മേളനം നിർത്തിപ്പോയത്. അതല്ല അവിടെ നിൽക്കട്ടെ, മുമ്പെങ്ങും ഇല്ലാത്ത ഒരു കീഴ്വഴക്കം ഇപ്പം ഈ പത്രസമ്മേളനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് വ്ളോഗർമാർക്ക് ഇതിന് ഇത് അദ്ദേഹത്തിന്റെ പൂക്കിച്ചിരി ഒരു വ്ളോഗറാണ് എടുത്തതെന്നാണ് അവസാനം നമ്മൾ വ്ളോഗ് ചെയ്ത സ്ഥാപനത്തിനെതിരെ വലിയ രൂക്ഷമായ വിമർശനം ഇപ്പോൾ വരുന്നുണ്ട്. ഈ സ്ഥാപനം പണ്ട് ഇക്കിളി കഥകൾ മാത്രം കൊടുത്തുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനം. ഓരോ സിനിമയെ ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് പങ്കെടുക്കാനെത്തുന്ന സ്ത്രീകളുടെ അവരുടെ ശരീരത്തിന്റെ വിവിധ ആംഗിളിൽ നിന്ന് എടുത്ത് അത് അല്പം വൾഗറായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അതിന് കൃത്യമായ ഒരു അടിക്കുറിപ്പിട്ടുകൊണ്ട് കണ്ടോ ചേച്ചിയുടെ നടപ്പുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറ്. ആ രീതിയിൽ ചേച്ചിയുടെ ചിരി കണ്ടോ എന്ന് പറഞ്ഞ് ഫോക്കസ് ചെയ്യുന്ന മറ്റു പല കാര്യങ്ങളിലും ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഇത് നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്ളോഗറുടെ സ്ഥാപനം, ആ സ്ഥാപനത്തിന് വരെ ഇതിനകത്ത് ഇപ്പം അന്ന് തന്നെ ഈ പുള്ളിയുടെ ആ പൂക്കി ചിരി വന്നല്ലോ, പൂക്കി എന്ന് പേര് വരാൻ ഇടയാക്കിയ ആ സുപ്രസിദ്ധമായ ആ കണ്ണിറുക്കിയുള്ള ആ ചിരി, ആ മുഖത്തെ ഒരു പ്രത്യേക ഏക്ഷൻ, ആ ഏക്ഷൻ വന്നത് ഒരു വ്ളോഗറുടെ ചോദ്യത്തിന് മറുപടിയായിട്ട്. അല്ല, ഇത് തിരുവനന്തപുരത്ത് ഈ സൈസുകൾ കുറവാണ് പൊതുവെ. കൊച്ചിയിലാണ് അവർ കൂടുതലായിട്ട് ഈ ഇത്തരം കക്ഷികൾ ഈ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. പക്ഷേ തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കാം കുറച്ച് പേരൊക്കെ. പക്ഷേ ഇത് വീണ്ടും തുടരാൻ അനുവദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് അവർ വരും. തിരുവനന്തപുരത്തുള്ള ഒരാളും മൊബൈലും പിടിച്ചുകൊണ്ട് രാവിലെ ഇറങ്ങും. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് സെക്രട്ടേറിയറ്റുള്ള അക്രഡേഷനുള്ള പത്രക്കാർക്ക് മാത്രമേ കയറാൻ പറ്റൂ. അതല്ലെങ്കിൽ അവിടെ നിന്ന് കൃത്യ ഐഡൻറ്റി കാർഡും ഇവർ ഈ അതറിയപ്പെടുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള അവരായിരിക്കണം. അതല്ലാതെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ആർക്കും കയറാൻ കഴിയില്ല. ഇവർ പറഞ്ഞതുപോലെ ഈ ഇത്തരം വ്ളോഗർമാരെയും കൂടെ ഇതിന് കയറാൻ അനുവദിച്ചാൽ അവർ പിന്നെ ഇതിൻ്റെ ഒരു ഗൗരവം ഇല്ലാതാക്കും. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൻ്റെ ഇതൊരു കോമഡി ഷോ ആക്കി മാറ്റും. ഇത് മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ നയപരമായ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ ഒരു ധാരണയില്ലാത്തവരായിരിക്കും ഭരണ ഭൂരിപക്ഷം കക്ഷികൾ. ഇവർ ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുകയും കണ്ടോ മുഖ്യമന്ത്രിയുടെ ചിരിയുണ്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി നോക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിലേക്ക് ഇതിനെ മാറ്റുകയും, ആ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം എന്ന് പറയുന്നത് പിണറായി വിജയൻ നിർത്തി വെച്ചിരുന്നത് വി ഡി സതീശൻ പുനരാരംഭിച്ചതാണ് കൃത്യമായി. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ അതിനൊരു കോമഡി ഷോ ആക്കി മാറ്റാൻ അത് ശരിയായ നടപടിയില്ല. എനിക്ക് തോന്നുന്നു പത്രപ്രവർത്തക യൂണിയൻ നിങ്ങൾക്ക് ഭാരവാഹികളാണ്, നിങ്ങളൊക്കെ അത് ഇടപെടുകയും അക്കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കാൻ വേണം. ഇത് എറണാകുളത്ത് നമുക്കറിയാം, എറണാകുളത്ത് ഒരു പത്രസമ്മേളനം നടത്തി ഇവരെല്ലാം കയറി വന്നല്ല, അല്ലാതെ പത്രക്കാർക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, സ്ഥലം കിട്ടില്ല. അല്ല, ഈ പാരമ്പര്യ രീതികൾ ലംഘിച്ച് ഈ പറയുന്ന നവയുഗ പത്രക്കാരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മാധ്യമങ്ങൾ എന്ന പേരിലാണല്ലോ അറിയപ്പെടുന്നത്. പിന്നെ ചാനലുകളും സോഷ്യൽ മീഡിയയും എല്ലാം മാധ്യമങ്ങളാണ്. അപ്പോൾ ഇതിനകത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നാട്ടിലുള്ള എല്ലാ വ്ളോഗർമാർക്കും അനുവാദം കൊടുത്താൽ സംഭവിക്കുന്നത്, ഒരു ജില്ലയിൽ തന്നെയുണ്ട് 10,500 ബ്ലോഗർമാർ. ഇവർ മൊത്തം കൂടി ഇതിനകത്ത് വലിഞ്ഞു കയറും. പിന്നെ ഇപ്പം ഈ സതീശന് വേണ്ടി ചില വ്ളോഗർമാരെ ഇതിനുള്ളിൽ തിരികെ കയറ്റി എന്നുള്ള ആരോപണം ശക്തമാണ്. അദ്ദേഹത്തിൻ്റെ PR വർക്ക് നടത്താൻ വേണ്ടി കുറേ പേരെ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. ഇത് പിണറായി വിജയന് സംഭവിച്ച അതേ ദുരന്തം അല്ലെങ്കിൽ വി ഡി സതീശനും കാത്തിരിക്കുകയായിരിക്കും ഈ സൈസുകൾ കയറ്റം. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അവിടെ ഒരു PR സംഘം പ്രവർത്തിച്ചിരുന്നു, സെക്രട്ടേറിയറ്റിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നവർ. ഇത് പുറത്തുള്ളവരാണെങ്കിൽ ഇപ്പോൾ ഇവരെല്ലാം കൂടെ കൂട്ടത്തോടെ ഇങ്ങോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവർ ഇടപെടാൻ തുടങ്ങി, അല്ലെങ്കിൽ ഇവർ നിർദ്ദേശങ്ങൾ നൽകാൻ തുടങ്ങിയാൽ ഈ പൂക്കിച്ചിരി ഓക്കെ, അത് നന്നായി രസകരമായി പോയി. പക്ഷേ ഇനി അങ്ങോട്ട് എല്ലാ കാര്യത്തിലും ഈ പൂക്കി സ്റ്റൈലിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതൊരു അപഹാസ്യമായി മാറും അവസാനം. അല്ല, ഈ ശരിക്കും ചാനലുകളിലാണെങ്കിലും പത്രമാധ്യമ സ്ഥാപനങ്ങളിലാണെങ്കിലും, അതായത് നല്ല ഈ വിഷയത്തെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ വേണം ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാൻ. അതെ, മാധ്യമപ്രവർത്തനം ഒന്ന് പഠിച്ചതോ അതല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളത് ആൾക്കാർ വേണം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കാര്യം തന്നെ, ക്രമസമാധാന പാലനത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നത് അപ്പോഴേ പൊളിച്ചെടുക്കാൻ പറ്റും. അതെ, ആ നിമിഷം പൊളിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെന്നാൽ. ഇപ്പം ദേശാഭിമാനിയുടെ ലേഖകന്മാർക്കൊക്കെ ചോദിക്കാം, പക്ഷെ അവർ രാഷ്ട്രീയ കാഴ്ചപ്പാടോട് മാത്രമേ ചോദിക്കൂ. അത്രയേ ഉള്ളൂ. അത് അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. എന്നാൽ ശക്തമായിട്ടുള്ള ചോദ്യങ്ങൾ ചെല്ലുക, അതായത് വിഷയത്തെ കൃത്യമായിട്ട് അവതരിപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ പൂക്കി ചിരിയും അദ്ദേഹത്തിൻ്റെ തമാശയും കളിയൊക്കെ അവിടെ നിൽക്കുക. നമുക്കറിയാനുള്ളത് നമ്മൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. പക്ഷേ ഇതിനിടയിലൂടെ ഈ PR വർക്ക് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണെങ്കിൽ അത് മഹാമോശം. അതാണല്ലോ, മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഒപ്പം നേരത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പം അദ്ദേഹത്തിന് വേണ്ടി സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്തിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും സജീവമാണ്. അവർ ഇദ്ദേഹത്തിനെതിരെ ഒരു വിമർശനം എവിടെയെങ്കിലും ഉയർന്നാൽ പല ആൾക്കാരെ അവർ വിളിച്ച് ഒന്നുകിൽ അനുനയത്തിൻ്റെ പാതയിലൂടെ പോകുന്നുണ്ട്, അല്ലാത്തത് അല്പം ഭീഷണിയുടെ സ്വരത്തിലും ഒക്കെ പോകുന്നുണ്ട്. അത് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ അറിയുന്നുമുണ്ട്. അപ്പോൾ ഇതിനകത്തെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, പിണറായി വിജയന് സംഭവിച്ചത് മാധ്യമങ്ങളെ അടുപ്പിക്കാതിരുന്നതാണ്. അതുകൊണ്ടാണ് പിണറായി വിജയനോട് മാധ്യമങ്ങൾക്ക് ദേഷ്യം. ഇതിപ്പോൾ സതീശൻ ചെയ്യാൻ പോകുന്നത്
ഈ മാധ്യമങ്ങളെ എല്ലാം കൂടെ അടുപ്പിച്ചിട്ട് അദ്ദേഹം പണി മേടിച്ചിട്ട്. അടുപ്പിച്ച അവസാനം ഒരു ഘട്ടം കഴിയുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരണ്ടെന്ന് പറയേണ്ട ഒരു ഗതികേട്, അതിന് വലിയൊരു സംഭവം വരുമ്പോൾ അതിന് വലിയ വിവാദം ഉണ്ടാകുമ്പോൾ ഇനി ആരും ഇങ്ങോട്ട് വരണ്ടെന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയും അത് വളരെ മോശമായ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഈ ഒരു സംഭവം ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഒരു മുഖ്യമന്ത്രി പോലെ ഒരാളുടെ ഭാഗത്തുനിന്ന് ഇത്രയും അശ്രദ്ധമായ രീതിയിലുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതെ, നമ്മൾ നേരത്തെ ഒരു ചർച്ച നടത്തി. മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുന്നത്. ആ നിലപാടിൽ നമ്മൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനത്തിൽ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവും. പിന്നീട് നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ സംശയങ്ങളാണ് ചോദ്യങ്ങളായിട്ട് വരുന്നത്. ആ ചോദ്യങ്ങളിൽ നിന്നാണ് വാർത്ത ഉണ്ടാകുക. പലപ്പോഴും ഒരു സാധാരണ പത്രസമ്മേളനത്തിൽ നിന്ന് ഒരിക്കലും ഒരു വാർത്ത ഉണ്ടാവില്ല, അത് ഡള്ളായിരിക്കും. പക്ഷെ ഇതിലെ ഈ മാധ്യമപ്രവർത്തകർ, മിടുക്കരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ വിഷയത്തെ ആസ്പദമാക്കി വിഷയം പഠിച്ച് കൃത്യമായ ചോദ്യം ചോദിക്കുമ്പോൾ ഇവർ ഉരുണ്ട് കളിക്കും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഈ ED റെയ്ഡിനകത്ത് വിഷയം ഉണ്ടായി, നല്ല വിഷയം തന്നെ ഉണ്ടായി. ആ വിഷയം ഉണ്ടാക്കിയതിൻ്റെ അകത്ത് പോലീസിൻ്റെ ഒരു പ്രധാന പങ്കുണ്ട്. പക്ഷേ പോലീസിനെ ചേർത്ത് പിടിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അവിടെ പോലീസിൻ്റെ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് വീഴ്ച ഉണ്ടായെന്ന് ചോദിച്ചാൽ പോലീസ് ഇപ്പോഴും പിണറായി വിജയനാണ് ഭരിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഉണ്ടായത്. ആ യാഥാർത്ഥ്യം ഇതുവരെ രമേശ് ചെന്നിത്തലയ്ക്കോ മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കഷ്ടമാണെന്നേ പറയാൻ കഴിയുള്ളൂ.